നാട്ടിൽ പോയിട്ട് കസിൻസിനെ എല്ലാം കണ്ടതിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ സിൽവർ സ്റ്റോമിലേക്കാണ് പോയത്. സിൽവർ സ്റ്റോമിൽ ഒരുപാട് അടിപൊളി റൈഡ്സും അതുപോലെ തന്നെ വാട്ടർ ഗെയിംസുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ 1 ഡേ ഫുള്ളും അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. കയറുമ്പോൾ തന്നെ ഇതുപോലെ സിൽവർ സ്റ്റോം കുട്ടപ്പൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വീഡിയോവും എല്ലാം എടുത്തിട്ടാണ് കയറിയത്. അങ്ങനെ ട്രെയിനിൽ കയറി അവിടെ നമുക്ക് ആകാശ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ലൊരു ട്രെയിൻ സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ. ആ ഒരു റൈഡിൽ കയറി ഫുൾ പാർക്ക് കണ്ടതിന് ശേഷമാണ് പിന്നീട് ഹൊറർ ഹൗസിലേക്കാണ് പോയത്. ഹൊറർ ഹൗസിൽ നമുക്ക് ഇതുപോലെ ഓരോ സംഭവങ്ങളൊക്കെയാണ് അവർ ഉണ്ടാക്കി വെച്ചിരുന്നത്. നമ്മൾ ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന ആ സിനിമയിൽ കാണുന്ന പോലെയുള്ള ടെക്നിക്കുകളൊക്കെയാണ് ഇതിൽ നമുക്ക് കാണുമ്പോൾ അതാണ് ഓർമ്മ വന്നത്. അങ്ങനെ വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ഒരു രസമായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ സൗണ്ടും അതുപോലെ തന്നെ തീമാറ്റിക് റെപ്രസെൻറ്റേഷനൊക്കെ ആയിട്ട് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. അതിനുശേഷം ദാ കടന്നു വന്നത് ഇതുപോലൊരു LED റൂമിലേക്കാണ്. ഇവിടെ ഫുള്ളും മിററും അതുപോലെ തന്നെ LEDസുമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഒരു രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു LED റൂമിൽ നിന്ന് കിട്ടിയത്. അതിനുശേഷം ഈ പോകുന്ന ഒരു പസിൽ ഗെയിം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഫുള്ളും മിറർ കൊണ്ട് നമുക്ക് ഈ ഒരു ഹൗസിൻ്റെ ഉള്ളിൽ എവിടേക്കാണ് വഴി അന്വേഷിച്ച് നടക്കാവുന്നത് എന്നുള്ള രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെ നോക്കിയാലും നമ്മൾ തന്നെയാണ് കാണുന്നത്, ഫുള്ളും മിറർ ആയതുകൊണ്ട്. അങ്ങനെ ചിങ്കാരിയും ഞങ്ങളും എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിരുന്നു. അത്യാവശ്യം സൗണ്ടും അതുപോലെ തന്നെ എഫക്റ്റുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു ചുറ്റിക്കറങ്ങുന്ന ഒരു സിലിണ്ടറാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ആ നിൽക്കുന്ന ആ ഒരു ബ്രിഡ്ജ് നല്ല രീതിയിൽ ഷെയ്ക്ക് ആവുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നത്. അങ്ങനെ അതിനുശേഷം പിന്നീട് നമ്മൾ പോയ ഗെയിമുകളാണ് ഈ കാണുന്ന ഗെയിമുകളെല്ലാം. നമുക്ക് കപ്പലിരുന്നിട്ട് ഇതുപോലെ നമുക്ക് നെറ്റിൽ ഈ വരുന്ന ബോളുകളെല്ലാം കളക്ട് ചെയ്യുന്നതായിട്ടുള്ള ഗെയിമുകൾ കുട്ടികൾക്കും ഫാമിലീസിനൊക്കെ ഒരുമിച്ചിരുന്ന് ഹാപ്പി ആയിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പം തന്നെ ഉച്ചസമയമായിരുന്നു. ഉച്ചസമയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് പിന്നീട് വാട്ടർ ഗെയിംസിലേക്കാണ് പോയത്. അപ്കമിങ് അട്രാക്ഷനായിട്ട് വരുന്ന കേബിൾ കാറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ അടുത്ത ഒരു വീഡിയോയിലൂടെ വാട്ടർ ഗെയിംസിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നതുവരെ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. ചൂസ്.